അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തുകൂടെ കൊടുത്താൽ മതി കേട്ടോ. ഇന്ന് നമ്മൾ ഹെയർ കെയറിൽ ചെയ്യാൻ പോകുന്നത് ചണവിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചുള്ളൊരു ജെല്ലാണ്. നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ആയിരുന്നു എടുത്തത്. നമുക്കത് 2 കപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെയർ തിക്നെസ് കൂട്ടാനും പറ്റിയ നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഫ്ലാക്സ് സീഡ് ജെൽ. നമ്മുടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തിക്നെസ് വേണമെങ്കിൽ കുറച്ചുകൂടെ തിളപ്പിക്കാവുന്നതാണ്. നമുക്കിത് നല്ലൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞും കൂടെ എടുക്കണം. നമ്മുടെ ഈ ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഇ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഞാനൊരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 1-2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറയുടെ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. പിന്നെ അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ 10-15 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം മാത്രമേ മുടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഹെയറിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് അരമണിക്കൂറിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്.